ഇന്ത്യൻ ജനാധിപത്യത്തിന് മുകളിൽ വോട്ട് മോഷണത്തിന്റെ നിഴൽ വീണിരിക്കുന്നു. കർണാടകയ്ക്ക് പിന്നാലെ ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് കൊള്ളയുടെ തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. ഹരിയാനയിലെ BJPയുടെ വിജയം ഒരു വലിയ മോഷണമായിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹരിയാന നിയമസഭാ വോട്ടെടുപ്പിന്റെ ജനവിധി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ BJP അട്ടിമറിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. 25 ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു. വോട്ടർ പട്ടികയിൽ ഓരോ 8 പേരിൽ ഒരാൾ വ്യാജൻ. ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് 22 തവണ വരെ വോട്ട് ചെയ്ത ഞെട്ടിക്കുന്ന കഥ. ഫയലുകൾ ഉപയോഗിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടന്ന ഗൂഢാലോചനയുടെ വിശദാംശങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. വെറും 22,000 വോട്ടുകൾക്കാണ് കോൺഗ്രസ് തോറ്റതെന്നും ഈ വ്യാജ വോട്ടുകളാണ് ഫലം അട്ടിമറിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ ഉജ്ജ്വല വിജയം തകർക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന്റെ വിജയമാണ് പ്രവചിച്ചത്. പോസ്റ്റൽ വോട്ടുകളിൽ പോലും കോൺഗ്രസ് മുന്നിലായിരുന്നിട്ടും അന്തിമ ഫലത്തിൽ വലിയ വ്യത്യാസം കണ്ടത് ഞെട്ടിക്കുന്നതാണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ നേരിട്ടതിനാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഇത്തരം എന്തോ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടിംഗ് ക്രമക്കേടിന് തെളിവായി ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് 10 വ്യത്യസ്ത ബൂത്തുകളായി പല പേരുകളിൽ 22 തവണ വോട്ട് ചെയ്തു. ഇതിലും ഗുരുതരമായി ഓരോ ഫോട്ടോ ഉപയോഗിച്ച് ഒരു സ്ത്രീ 223 തവണ വരെ വോട്ട് ചെയ്തതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് കേന്ദ്രീകൃതമായി നടത്തിയ ഒരു ഓപ്പറേഷനാണെന്നും അദ്ദേഹം ആരോപിച്ചു.